വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ ഇടുക്കിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച സോളാർ വേലികൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രവർത്തനക്ഷമമാക്കിയില്ല. 2 വർഷം മുമ്പാണ് കോഴിമല പാമ്പാടിക്കുഴിയിലെ ആദിവാസി കുടുംബങ്ങളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് സോളാർ വേലികൾ സ്ഥാപിച്ചത്. കാട്ടാനശല്യം രൂക്ഷമായതിനാൽ കുടിവെള്ളം ശേഖരിക്കാൻ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ. രാത്രി കാലങ്ങളിലാണെങ്കിൽ പോലും നമുക്കിവിടെ കിടന്നുറങ്ങാൻ പോലും ഇപ്പോൾ പേടിയായിട്ട് വയ്യ. അതിന് കഴിഞ്ഞ ദിവസമാണെങ്കിൽ പകലൊക്കെ ഇവിടെ ആന വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറെ ആണുങ്ങളും ഞങ്ങളാണെങ്കിൽ സിറ്റിയിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ചു വരുത്തി അന്ന് ആനേനെ പടക്കമൊക്കെ പൊട്ടിച്ച് ഓടിച്ചു വിടുകയൊക്കെ ചെയ്തത്. കോഴിമല വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാമ്പാടിക്കുഴിയിലെ ആദിവാസി കുടുംബങ്ങൾക്കാണ് കാട്ടാന ശല്യത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാട്ടാന നിരന്തരം കൃഷിയിടത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് 6ഓളം കർഷകരുടെ 7 ഏക്കറോളം കൃഷി നശിപ്പിച്ചു. ഏലം, തെങ്ങ്, കമുങ്ങ്, വാഴ എന്നിവയാണ് കൂടുതലായും കാട്ടാന നശിപ്പിച്ചത്. ഈ 2 ദിവസം മുമ്പ് വന്ന് തെങ്ങ് പറിച്ചു. ഈ കഴിഞ്ഞ അടുത്തൊരു വീട്ടിലെ പറമ്പില് കയറി മുറ്റത്ത് വരെ വന്നിട്ട് തെങ്ങും ചക്കൻ വാഴയും എല്ലാം എടുക്കുന്നൊക്കെ ഇരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഒരു കാണുമ്പോൾ വെച്ചാൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കും. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് 2 വർഷം മുമ്പ് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചെങ്കിലും ഇവ ചാർജ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുടക്കിയ ലക്ഷങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനമില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. 3.5 വർഷമായി ചെയ്തിട്ട് ഇതേവരെ ഇതിനെക്കുറിച്ച് യാതൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരോ ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലും ഇല്ല. ഇതിവിടെ ഇങ്ങനെ ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ആദിവാസി കുടിയോട് ചേർന്നുള്ള വനമേഖലയിൽ നിന്നാണ് കുടുംബങ്ങൾ കുടിവെള്ളം എത്തിക്കുന്നത്. നിലവിൽ കാട്ടാന നിരന്തരം പ്രദേശത്ത് തമ്പടിക്കുന്നതിനാൽ കുടിവെള്ള ശേഖരണം പോലും നടത്തുവാൻ കഴിയുന്നില്ലെന്നും പ്രതിരോധ മാർഗം വേഗത്തിലാക്കി സുരക്ഷ ഒരുക്കണമെന്നുമാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാണ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.